ഹായ് സുഹൃത്തുക്കളെ, ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ക്രിംസൺ ചാമ്പയാണ്. അപ്പോൾ പ്രാവശ്യം അധികമൊന്നും ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല. കാരണം നമ്മളെ തൈകൾ ഉണ്ടാക്കിയത് തന്നെയാണ് അതിൻ്റെ കാരണം. മാക്സിമം തൈകൾ അതിമെന്ന് ലെയർ ചെയ്തെടുത്തതുകൊണ്ട് അത്യാവശ്യം കുറച്ച് കമ്പുകൾ മാത്രമേ ലെയർ ചെയ്യാത്തതുള്ളൂ. അതിൽ മാത്രമാണ് കുറച്ച് ഫ്രൂട്ട്സ് പിടിച്ചത്. കണ്ടാലറിയാൻ മൊത്തം മൊട്ടടിച്ച് നിർത്തിയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അതിൻ്റെ സൈസ് മെയിനായിട്ട് സെൽഫി വീഡിയോ ആണ്, ക്ഷമിക്കണം. അതിൻ്റെ സൈസാണിത്. അതിപ്പം ഫുൾ കളറിലേക്ക് ആയിട്ടില്ല. ഫുൾ കളറായാൽ നമ്മളെ അണ്ണാരൻ വവ്വാലൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ കുറച്ച് മാത്രം കാഴ്ചത് മാത്രം ഒന്നിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈസ് കണ്ടില്ലേ, ഏകദേശം 80 ഗ്രാം മുതൽ 100 ഗ്രാം വരെ ഉണ്ട്. അപ്പോൾ അത് പൊട്ടിക്കാതായി തന്നെ അതിൻ്റെ താഴെ അണ്ണാൻ ഇപ്പോൾ അത്യാവശ്യം കടിച്ചിരിക്കണ്. അപ്പോൾ അവർ വന്ന് അതേപോലെ കടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കിയാലും ബാക്കിയുള്ളത് കുറച്ച് നമുക്ക് വേണ്ടേ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കടിച്ചത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളവെടുക്കുകയാണ്. വെള്ളതുണ്ട് പൊട്ടിക്കുകയാണ്. വിളവെടുപ്പ് എന്ന് പറയാനൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് പൊട്ടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ റിവ്യൂ കൂടെ ഞാൻ തന്നെ സെൽഫ് റിവ്യൂ ആണ്. ഓക്കെ, ഇതതിൻ്റെ സൈസ് ഇതാണ്. അതിൻ്റെ സൈസ് എന്ന് പറയാം, ഫുൾ കളറായാൽ ചോര കളറായിരിക്കും അത്. അപ്പോൾ നമുക്കൊരു ഫ്രൂട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ പൊട്ടിച്ച് ഒന്ന് നിങ്ങളെ മുന്നിൽ കൊതിപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നിന്ന് ഒന്നിനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യട്ടെ, ഒരു മിനിറ്റ്. ഇങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ മധുരത്തിൻ്റെ കാഠിന്യം കാണിക്കുന്നതാണ് ഈ കാണുന്നത്. ഷുഗർ ഇറങ്ങിയത്. ഒരു രക്ഷയില്ല. എന്തായാലും 1-2 ദിവസങ്ങളിലൊക്കെ വരുന്നവർക്ക് ഇവിടെ ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിൽ കിട്ടും, ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്. അപ്പം ക്രിംസൺ റെഡിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ്. ഈ വർഷം നമ്മൾ തൈ ഉണ്ടാക്കിക്കൊണ്ട് വളരെ കുറച്ച് മാത്രമേ കായ്ച്ചിട്ടുള്ളൂ. ഇപ്പോൾ വീണ്ടും പൂവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും 2 മാസം കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവും. അപ്പോൾ കൂടുതൽ വീഡിയോയും ഫോട്ടോ ഒക്കെ അപ്പോൾ തരണ്ട്. ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.